ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ നില വന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ കേസിന്റെയും അതെ നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പറയുന്നതായിരിക്കും. ആ ഒരു എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ എനിക്ക് കിട്ടിയ മാർക്സും. അതിനു മുൻപ് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു PYQ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൺഡേ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഡിഗ്രി ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറേയധികം ചോദിക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഒരു 50, 52 റേഞ്ചിൽ നിന്നൊക്കെ 70ന് മുകളിൽ തന്നെ മാർക്സ് ലഭിക്കാനൊക്കെ കാരണം ധാരാളം ചോദ്യപേപ്പർ ചെയ്ത് തുടങ്ങാൻ ഇതാക്കിയപ്പോൾ തൊട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ PYQന്റെ ഏതെങ്കിലും ക്ലാസ്സസ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ ഒരു ഏരിയയിൽ നിന്ന് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇനി നമ്മൾ എന്തെങ്കിലും വിട്ടുപോയ പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെയൊക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കേവലം ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലല്ല പഠിക്കേണ്ടത്. ഈ ഒരു ഏരിയയും പഠിക്കണം. ഓരോ ചോദ്യത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഏരിയ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾക്ക് ബുക്സിലും മറ്റു കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് അഡീഷണൽ പോയിന്റ്സ് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുക. എനിക്കറിയാവുന്ന പോയിന്റ്സും ഞാൻ ഓരോ ക്ലാസ്സസിൽ നിന്ന് കേട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഞാൻ മുൻപ് കോച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. KS വേണ്ടിയിട്ടാണ് മുൻപ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടിയ അറിവും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ബുക്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും അതുപോലെ കറക്ഷൻസും ഒക്കെ ചെയ്യാം. അതുപോലെ എന്താണ്, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീക്ക്ലി ടൈം ടേബിൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. 2 വീക്കിന്റെ ഇട്ടിട്ടുള്ളൂ. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് നമ്മൾ ഇനി ആദ്യമേ പഠിച്ചു മാറ്റാൻ ശ്രമിക്കേണ്ടത്. മാത്രമല്ല ഇപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്നവർക്കും ഇത് ഓക്കെയാണ്, നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് കുറേയധികം ടൈം എടുത്ത് പഠിക്കാൻ ശ്രമിക്കേണ്ട. അത് ചിലപ്പോൾ വെറുതെ ടൈം വേസ്റ്റിങ്ങും ആണ്. നമുക്ക് ചിലപ്പോൾ തലയിൽ കയറണമെന്നില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിച്ച് മാറ്റാൻ ശ്രമിക്കുക. നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഈസി ആണെന്ന് തോന്നുമെങ്കിലും നെഗറ്റീവ് വളരെയധികം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കണമെന്നില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരുമ്പോൾ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് MGNRE GP എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആയി പോയ ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് എപ്പോഴും എല്ലാത്തിലും ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ഒരു അടുത്തടുത്ത് വരുന്ന എക്സാംസിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ ബുക്സിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇനി വല്ല ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് അവർ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. അങ്ങനെയാണെന്നൊക്കെ കേൾക്കുന്നു, എനിക്കറിയില്ല. ഞാൻ വേറെ ക്ലാസ്സുകളിലും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഈ പറയുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സംഭവം MGNRE GP ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. അന്ന് ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. 2005 ഈ നിയമം വരുന്നത്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വരുന്നത്. 2006 ഫെബ്രുവരി 2 ഇത് നിലവിൽ വരുന്നു. അതായത് 10th 5-year പ്ലാന്റെ സമയത്താണ് അത് നിലവിൽ വരുന്നത്. ചിലപ്പോൾ ഇനി അങ്ങനെയൊക്കെ ചോദിക്കാട്ടോ, ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നതെന്നുള്ള രീതിയിൽ 10th 5-year പ്ലാന്റെ സമയത്താണ് വരുന്നത്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി വന്നപ്പോൾ 2 വർഷവും കൂടെ വേണ്ടി വന്നു ഇത് കഴിഞ്ഞിട്ട്. പിന്നെ ഇത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആകുന്നത് 2009 ഒക്ടോബർ 2 ഓക്കെ, ഇതിന്റെ ഒരു വ്യവസ്ഥകളും അവകാശങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 18 years കംപ്ലീറ്റ് ചെയ്തിരിക്കണം. APL BPL വ്യത്യാസമൊന്നുമില്ല. ഗ്രാമപഞ്ചായത്തിൽ രജിസ്ട്രേഷൻ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ കാർഡ് ലഭിക്കാം. പിന്നെ കുറഞ്ഞത് 14 ദിവസത്തേക്കെങ്കിലും തൊഴിലിന് അപേക്ഷിക്കണം. ജോലിക്ക് മുൻകൂറായും അപേക്ഷിക്കാം. അപേക്ഷ ലഭിച്ച 15 ദിവസത്തിനകം തൊഴിൽ എന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം. പിന്നെ 1/3 ആൾക്കാർ എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ 100 ദിവസമാണ് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പറയുന്നതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്നതിൽ നിങ്ങൾക്കറിയാം എന്താണ് ഇതിന്റെ വേജിന്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഹരിയാനയ്ക്കാണ്. 400 rupees ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു സംഭവത്തിന്. കേരളത്തിന്റെ
369 രൂപയാണ്. ഓക്കെ. മാത്രമല്ല ഈ പറയുന്ന നടത്തിപ്പ് ചുമതല ഏത് ഇതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം കേട്ടോ. MGNREGP എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗ്രാമം എന്നുള്ളതല്ലേ ഐഡിയ വരിക. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് നഗരസഭ എന്നൊക്കെ തരാം ഓപ്ഷൻസിൽ. പക്ഷെ അല്ല, ഗ്രാമപഞ്ചായത്തിനാണ് ഫുള്ളി നടത്തിപ്പ് ചുമതല. മാത്രമല്ല ഇതിന്റെ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറി ആയിരിക്കും, പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ഈ ഒരു പ്രോഗ്രാമിന് പറയുന്ന പേര് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. നെക്സ്റ്റ് ചോദ്യം, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഇത് നമുക്ക് ഒരു ഐഡിയയിൽ ചെയ്യാൻ പറ്റും അല്ലെ. ദെൻ ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? അത് വേറെ ഒന്നിന്റെയല്ല, കുടുംബശ്രീ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കുടുംബശ്രീ. 1998 നിലവിൽ വന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് ചോദ്യം, മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പോഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരം തുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? അത് പാർക്കിൻസൺസ് രോഗത്തിന്റെ ആട്ടോ. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് പലപ്പോഴും. എനിവേസ് അതിന്റെ ആൻസർ സോറിയാസിസ് എന്നുള്ളതാണ്. ഈ കൽക്കരി ഖനിയിൽ എന്താണ് പറയാ, അതിന്റെ ഇതൊക്കെ വഴി അവിടുത്തെ തൊഴിലിടങ്ങളിൽ അത് ശ്വസിക്കുന്നത് മൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സിലിക്കോസിസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയാ, ടിന്ന്, മൈക്ക, സ്വർണ്ണ ഖനികളിലൊക്കെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ്ബസ്റ്റോസിസ് നിങ്ങൾക്കറിയാം, ആസ്ബസ്റ്റോസ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗമാണത്. പിന്നെ സോറിയാസിസ് ആക്ച്വലി സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടൊരു രോഗമാണ് കേട്ടോ അത്. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ രക്തപര്യന വ്യവസ്ഥയെ കുറിച്ച് ഞാൻ വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആ ഒരു എക്സാമിന് ഇത് ചോദിക്കുകയും ചെയ്തു കേട്ടോ. ഞാനൊരു ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം ചെയ്യുന്ന രണ്ട് ആൾക്കാരുള്ളൂ, ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റും. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കി ലിംഫോസൈറ്റ് നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ. അതിൽ ബി ഉണ്ട്, ടി ഉണ്ട്. ബി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്, ടിയുടെ പ്രത്യേകത എന്താണെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ബി ഉണ്ട്, ടി ഉണ്ട്. ഓക്കെ. ഇതിലെ ബി ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ വേണ്ട ആന്റിബോഡികളാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. മാത്രമല്ല ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഓക്കെ. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കാനുള്ള കഴിവ് ഈ പറയുന്ന ബി ലിംഫോസൈറ്റിന് ഉണ്ട്. ഓക്കെ. ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അത് നോക്കുക. പിന്നെ ബേസോഫിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിൽ ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ എന്നൊക്കെ പറയുന്ന കുറേയധികം സംഭവങ്ങൾ സ്രവിക്കുന്നുണ്ട്. അത് വീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ബേസോഫിലാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണെന്ന് നമുക്കറിയാം, സൈലന്റ് സ്പ്രിംഗ് അല്ലെ, നിശബ്ദ വസന്തം. നെക്സ്റ്റ്, സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? ദാറ്റ് മീൻസ് മാക്രോ ന്യൂട്രിയൻസ് അല്ലെ, മാക്രോ മിനറൽസ് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഇത് അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പോഴാണെങ്കിലും മനസ്സിലാക്കുക. ഇനി വിറ്റാമിൻസ് ആൻഡ് മിനറൽസിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അയേൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, അയേൺ ഡെഫിഷ്യൻസി എന്ന അനീമിയ, അതൊക്കെ നമ്മൾ പറയാറുള്ളതാണ് അല്ലെ. ഇതിൽ ഈ അയേൺ എന്ന് പറയുന്നത് വലിയ അളവിൽ വേണ്ട ഒരു സംഭവമല്ല. അയേൺ ആവശ്യത്തിന് വേണം, അതൊരു മൈക്രോ എലമെന്റ് ആണ്. ഓക്കെ. അപ്പോൾ അയേൺ ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ പോകും, ഇത് പോകും. അതുപോലെ സിങ്കും വേണ്ടതല്ല. ഓക്കെ. അപ്പോൾ അതും പോയി. കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം, ഇതാണ് മാക്രോ എലമെന്റ്സിൽ വരുന്നത്. സിങ്ക്, അയേൺ പോലുള്ളതൊക്കെ എന്തിൽ വരുന്നതാണ്? മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നതാണ്. ദെൻ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി നമുക്കറിയാം, സ്നേഹപൂർവ്വമാണ്. കുറേ പ്രാവശ്യമായി ഇത് ചോദിക്കുന്നു അല്ലെ. അപ്പോൾ ഇതിൽ താലോലം എന്ന് പറയുന്ന പദ്ധതി 2010 ജാനുവരി 1 വന്നതാണ് കേട്ടോ നിലവില്. അപ്പോൾ വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി ഒക്കെ ഇങ്ങനത്തെ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. അത് നോട്ട് ചെയ്യണം കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ധനസഹായമാണ്. അതിൽ സിക്കിൾ സെൽ അനീമിയ ഒക്കെ ഉണ്ട്, മനസ്സിലാക്കുക. പിന്നെ പ്രാഥമിക ധനസഹായമായിട്ട് 50,000 രൂപയാണ് കൊടുക്കുന്നത് എന്നുള്ളതും കൂടി ഓർക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്
ഈ പറയുന്ന സമാശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. ഈ പദ്ധതി 4 വിഭാഗം രോഗികൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ BPL ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഓക്കെ, BPL വിഭാഗത്തിൽപ്പെട്ടവർക്കേ ഇത് ലഭിക്കുള്ളൂ. സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൽ 4 വിഭാഗം രോഗികൾക്കാണ് ഈ സമാശ്വാസം പദ്ധതിയിലൂടെ ലഭിക്കുക എന്നുള്ളത്. വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ച് മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു 1100 രൂപ പ്രതിമാസം ധനസഹായം നൽകുന്നു. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 5 വർഷം വരെ ധനസഹായം 1 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് ഈ പദ്ധതി പ്രയോജനം കൊടുക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടറുകൾ ഉണ്ടല്ലോ, അതിന്റെ കുറവ് മൂലം ഹീമോഫീലിയ അതിനോടനുബന്ധമായ രോഗങ്ങളൊക്കെ ബാധിച്ചവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതാണ് അതിന്റെ മൂന്നാമത്തെ വിഭാഗം വരുന്നത്. പിന്നെ നാലാമത്തെ വിഭാഗത്തിൽ സംസ്ഥാനത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെടാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സിക്കിൾ സെൽ രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 4 ടൈപ്പ് ഓഫ് വിഭാഗം രോഗികൾക്കാണ് 4 വിഭാഗം രോഗികൾക്കാണ് ഇത് എന്ത് ചെയ്യുന്നത് ധനസഹായം കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ആദ്യത്തേതെന്ന് പറയുന്നത് വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ചിട്ട് മാസത്തിലെ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഒരു പ്രതിമാസം 1100 രൂപ. പിന്നെ ഇത് മാറ്റിവെച്ചിട്ട് ഓർഗൻ മാറ്റിവെച്ചിട്ടുള്ളവർക്ക് 5 വർഷം വരെ ധനസഹായം നൽകുന്ന രീതിയിലുള്ളത്. പിന്നെ മൂന്നാമത് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആ ഒരു കുറവ് മൂലം ഹീമോഫീലിയ മറ്റനുബന്ധമായ രോഗങ്ങളുള്ളവർക്ക് 1000 രൂപയുടെ ധനസഹായം. പിന്നെ അഞ്ചാമത് സംസ്ഥാനത്തെ ട്രൈബൽ വിഭാഗത്തിൽ പെടാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സിക്കിൾ സെൽ അനീമിയ വന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേറ്റീവ് റിസർവ് ഏതാണ്? അത് അറ്റ്പാഡിയാണ് കേട്ടോ, അറ്റ്പാടി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെ ഇന്ന് നോക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ബൈദു ഉണ്ടല്ലോ, ഇത് പുറത്തിറക്കിയ പുതിയ AI റീസണിംഗ് മോഡലാണ് എറൈൻ X1. ഓക്കെ, എറൈൻ X1 എന്ന് പറയുന്നത് കേട്ടോ. ഇനി 2025 മാർച്ചിൽ ജെമ്മ 3 എന്ന AI മോഡൽ അവതരിപ്പിച്ച കമ്പനി. ഓക്കെ, 2025 മാർച്ചിൽ ജെമ്മ 3 എന്ന AI മോഡൽ വികസിപ്പിച്ച കമ്പനിയാണ് ഗൂഗിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്കായ സരിംഗാം A. ഓക്കെ, സരിംഗാം A എന്ന് പറയുന്ന കൽക്കരി ഖനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയാണ് കേട്ടോ, മേഘാലയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ദെൻ നാലാമത്തെ ഒരു ഫാക്ട്, മണിപ്പൂർ കലാപത്തിൽ ഇരാക്കപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കാനും പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മീഷൻ കേട്ടോ, ഗീതാ മിത്തൽ കമ്മീഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, അടുത്തിടെ സൂര്യന്റെ ബാഹ്യാന്തരീക്ഷത്തെയും അതുപോലെ തന്നെ സൗരവാദങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കാൻ 5 ദൗത്യം ആരംഭിച്ചത് നാസയാണ്. 2028 അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിൽ. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ IOC അംഗീകരിച്ച കായിക വിനോദം ബോക്സിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ കറണ്ട് അഫെയർ ഫാക്ട്. ഇനി എനിക്ക് കിട്ടിയ മാർക്സ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. KS എന്ന് പറയുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൽ 2 പേപ്പറുകൾ ഉണ്ടായിരുന്നു, പേപ്പർ 1 പേപ്പർ 2. നിങ്ങൾക്കതൊരു റെഫറൻസ് ആയിട്ട് വെക്കാം കേട്ടോ, പഠിക്കാൻ. അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ഹിസ്റ്ററിയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് കേട്ടോ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന പേപ്പർ, അതായത് എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ എന്താ പറയുക ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഏരിയ അത്യാവശ്യം നല്ലതൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം കട്ട് ഓഫ് കൂടാൻ ചാൻസ്, പക്ഷെ അതിനുവേണ്ടി നമ്മൾ എക്കണോമിക്സിന്റെയും സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ഏരിയ കുറച്ച് അത്യാവശ്യം നോക്കേണ്ടി വരുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് പേപ്പർ കുറച്ച് ടഫായിരുന്നു, അധികം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് പേപ്പറിലാണ് എനിക്ക് നല്ലോണം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് പേപ്പറിൽ അത്യാവശ്യം നെഗറ്റീവ് വരാനും ചാൻസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഹിസ്റ്ററിയുടെയും നമുക്കൊരു ഗസ് വർക്ക് നടത്താൻ മാത്രമേ പറ്റുള്ളായിരുന്നു, അല്ലാതെ പറ്റില്ല. മാത്സിനാണെങ്കിൽ ഒട്ടും ടൈമും കിട്ടിയില്ല, അത്യാവശ്യം വലിയ ചോദ്യങ്ങളായിരുന്നു, നമുക്ക് അറിയാമെങ്കിൽ കൂടി ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഒരു 90.67 സംതിങ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അറിയില്ല കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കുറച്ച് അബദ്ധങ്ങൾ പറ്റിപ്പോയി, അതാണ്. അല്ലെങ്കിൽ ഒരു 100ന് മുകളിൽ പോയാൽ അങ്ങനെ കുറച്ച് അബദ്ധങ്ങൾ നമുക്ക് പറ്റൂല. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ആ സമയം എത്തുമ്പോൾ കുറച്ച് തിരിഞ്ഞു പോകും. കാരണം കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിച്ച കൂട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, തിരിഞ്ഞു പോകാമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ എന്ന് പറയാം കേട്ടോ. ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയാ, അതിനുവേണ്ടി കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം പറ്റിയിട്ടില്ല. കാരണം KSന് വേണ്ടി നോക്കേണ്ടി വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഡിഫറെന്റ് ആണല്ലോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. എന്നാലും Oയ്ക്ക് പഠിച്ച ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്തു. അപ്പോൾ
എനിക്ക് അതില് നല്ല പേപ്പറായിരുന്നു. നമ്മള് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ ആക്ടിന്റെ ഒക്കെ ഏരിയയിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ നമുക്ക് ആകെ ഏതാ ശരി, ഏതാ തെറ്റെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. നെഗറ്റീവ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഒരു 80 എബോവ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്സ് വരുള്ളൂ. ഒരു 70ന് മുകളിൽ തന്നെ മാർക്സ് വരണമെങ്കിൽ 80 എബോവ് എന്തായാലും ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മളൊരു 75ലൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല മാർക്സ്, അതായത് ആ ഒരു 70ന് മുകളിലുള്ള മാർക്സ് കിട്ടില്ല. നല്ല മാർക്സ് എന്നുള്ളതല്ല കേട്ടോ. കാരണം നമ്മൾ എത്ര പഠിച്ച് നേടിയാലും അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതെല്ലാം നല്ലത് തന്നെയാണ്. ഓക്കെ. നമുക്ക് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ട് ഓരോ എക്സാമിനും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്സ് തന്നെയാണ്. പക്ഷെ നമുക്കൊരു എന്താണ് പറയാ, കുറച്ചും കൂടെ സേഫ് സോണിൽ ഇരിക്കുക എന്നുള്ളൊരു ഇത് വരണമെങ്കിൽ 80 എബോവ് ചെയ്യണം. ഓക്കെ. അപ്പം കുറച്ച് അബദ്ധങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആകെ 88 സംതിങ്ങേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 88ല് ഒരു കുറച്ച് നെഗറ്റീവ്സ് വന്നിട്ട് എനിക്ക് ഇനി അത് ഡിലീഷൻ വരുമോ, അതുപോലെ തന്നെ ഫൈനൽ ആൻസർക്കിൽ ഏതിന്റെങ്കിലും ഉത്തരം മാറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് കൂടാം. ഓക്കെ. ഇപ്പൊ എന്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് നോക്കിയത് വെച്ചിട്ട് 73 പോയിന്റ് സംതിങ് ആണ് വന്നേക്കണേ കേട്ടോ. 3 പോയിന്റ് സംതിങ് ഉണ്ട്, 73 പോയിന്റ് സംതിങ് ആണ്. പക്ഷെ അതിൽ കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. എന്റെ ഒരു അബദ്ധം എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ആ സമയത്ത് ചെയ്യുമ്പം കുറച്ച് ഹറിബറി ആയിട്ടാണ് ആ ഒരു എക്സാം എഴുതേണ്ടി വന്നത്. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അധികം ചില കാര്യങ്ങൾ എന്താണ് ചിന്തിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്. അതാവുമല്ലോ ആൻസർ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചില അബദ്ധം പറ്റി. അബദ്ധത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ്. ബാക്കിയുള്ളത് ഓക്കെ, എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല. കാരണം എനിക്ക് അറിയാത്ത കാര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അല്ലായിരുന്നെങ്കിൽ അത്യാവശ്യം 80ന് മുകളിൽ തന്നെ മാർക്ക് കിട്ടിയാനേ എനിക്ക്. അതിന്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും സാരില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമല്ലോ. കഴിഞ്ഞത് തന്നെയാണ്. ചിലപ്പോൾ ഇതിൽ നിന്ന് ഇനിയും മാർക്ക് കുറയുള്ളൂ. മിക്കവർക്കും ഇപ്പോൾ കിട്ടിയതിൽ നിന്ന് കുറയാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ എല്ലാവരുടെയും കുറയാനാണ് ചാൻസ്. ഇപ്പോൾ ഒക്കെയാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം അതായിരുന്നു. ഞാൻ ചെയ്തതിൽ നിന്ന് ആകെ കുറച്ച് നെഗറ്റീവ് വന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അധികം ചെയ്യാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ഒരു വിഷമം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ എഴുതിയതൊക്കെ കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് കട്ട് ഓഫ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എഴുതിയ എത്ര പേര് എഴുതിയിട്ടുണ്ട്, അതുപോലെ വേക്കൻസി ഒക്കെ വെച്ചിട്ടാണല്ലോ. പിന്നെ ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്, നമുക്കറിയില്ല എത്രയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ മാർക്സ്. പക്ഷെ നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. കാരണം പണ്ട് 50, 51, 52 റേഞ്ചിലൊക്കെയാണ് എപ്പോഴും നിൽക്കാറുള്ളത്. പക്ഷെ 70ന് മുകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളാണെങ്കിലും എന്താണ് നല്ലവണ്ണം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്, അതുപോലെ കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ധാരാളം വേക്കൻസി ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ, സിലബസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. നമ്മൾ ഈ പഠിക്കുന്നത് ഒന്നും മനസ്സിരുത്തി പഠിക്കുക എന്നുള്ളത് കാര്യമുള്ളൂ. പിന്നെ അത്യാവശ്യം ഇനി ആൻസർ ചെയ്യുന്നവരാണെങ്കിൽ കൂടി, അതായത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഒരു എക്സാമിന് വേണ്ടി ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 80ന് മുകളിൽ ചെയ്താലേ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അധികം നെഗറ്റീവ്സ് വരുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് നമ്മളൊരു 1 തൊട്ട് 100 വരെയുള്ള ചോദ്യങ്ങൾ നോക്കി എല്ലാം ആൻസർ ചെയ്തിട്ട് നമുക്ക് എന്താണ് ബാക്കി ഇപ്പോൾ എത്ര എണ്ണം ചെയ്തു എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഒരു റൗണ്ടും കൂടെ നോക്കുക. എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത് ചെയ്യുക. എപ്പോഴും 90 എണ്ണം ചെയ്താലൊക്കെ നല്ല സ്കോറിങ് കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഞാൻ കേൾക്കാറുള്ളത്. അപ്പോൾ അതിനടുത്തൊക്കെ എത്തുമെന്ന് അറിയില്ല. എന്ന് വെച്ച് ഒട്ടുമേ അറിയാത്തത് വെറുതെ കുത്തി നെഗറ്റീവും വരുത്തണ്ട. അതും നമ്മളെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു 20 തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ബാക്കോട്ട് പോകില്ലേ നമ്മൾ. അപ്പോൾ അത്രയും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. എന്നാലും ഒരു 80ന് മുകളിലൊക്കെ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഇനി വരുന്ന എക്സാംസിന്. പക്ഷെ അതിന് നല്ല രീതിയിൽ എന്താണ് ചോദ്യപേപ്പറുകൾ ഉപയോഗിക്കുക. അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. വേണ്ട കാര്യങ്ങൾ മാത്രം ഈ ഒരു ടൈം ഗ്യാപ്പിൽ പഠിച്ച് മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ ഇംഗ്ലീഷ്, മാത്സിന് അത്യാവശ്യം ടൈം കണ്ടെത്തുക. ഇപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത് ചോദിച്ചു എന്ന് വെച്ച് ഇനി അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒറ്റപ്പദം, വിപരീതം, അതുപോലെ തന്നെ എന്താണ് പര്യായം ഒക്കെ ഉണ്ടല്ലോ, കുറച്ചേശ്ശെ ഓരോ ദിവസവും നോക്കി വെക്കുക കേട്ടോ. കാരണം തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് അതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.